ഛത്തീസ്ഗഡിൽ മോഷണക്കുറ്റം ആരോപിച്ച് ദളിത് യുവാവിനെ തല്ലിക്കൊന്നു. അരി മോഷ്ടിച്ചെന്ന് ആരോപിച്ചാണ് കൊലപാതകം. സ്വാതി ചേരുന്നു. സ്വാതി, ഒരു ദളിതൻ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിരന്തരമായി ദളിത് വിഭാഗങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളുടെ തുടർച്ചയാണ്. വിശദാംശങ്ങൾ. തീർച്ചയായും ഷമ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഈ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഛത്തീസ്ഗഡിലും BJP ഭരിക്കുന്ന സംസ്ഥാനമാണ് എന്നിരിക്കെയാണ് ഇപ്പോൾ വീണ്ടും ഒരു ദളിത് യുവാവിനെ ആൾക്കൂട്ട ആക്രമണം നടത്തി കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഛത്തീസ്ഗഡിൽ മോഷണക്കുറ്റം ആരോപിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തെ മർദ്ദിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. 50 വയസ്സുള്ള പഞ്ചറാം സാർത്തിയെ ഈ മോഷണക്കുറ്റം ആരോപിച്ച്, അതായത് ഇന്നലെ രാത്രിയിൽ അരി മോഷ്ടിക്കാനായി ഇദ്ദേഹം കയറി എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തെ മരത്തിൽ കെട്ടിയിട്ടുകൊണ്ട് മർദ്ദിക്കുകയും പിന്നീട് മരണം സംഭവിക്കുകയുമായിരുന്നു. ചക്രധർ നഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ദുമർപാലി ഗ്രാമത്തിലാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ 3 പേരെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അശോക് പ്രധാൻ, അജയ് പ്രധാൻ എന്നിവരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇതേസമയം വിവിധ മനുഷ്യാവകാശ പ്രവർത്തകരും ദളിത് സാമൂഹ്യ പ്രവർത്തകരടക്കം ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. ഇതാദ്യമായല്ല ഛത്തീസ്ഗഡിൽ ഇത്തരത്തിലൊരു കൊലപാതകം സംഭവിക്കുന്നത്. നിരവധിയായിട്ടുള്ള ദളിത് വിഭാഗത്തിൽപ്പെട്ട നിരവധിയായിട്ടുള്ള ആളുകൾക്ക് നേരെ ഇങ്ങനെ ആൾക്കൂട്ട ആക്രമണങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്നും സർക്കാർ ഈ വിഷയത്തിൽ മറുപടി പറയണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് മനുഷ്യാവകാശ പ്രവർത്തകരും ദളിത് സാമൂഹ്യ പ്രവർത്തകരടക്കം രംഗത്ത് വരുന്ന സാഹചര്യം കൂടിയുണ്ട്. ഈയിടെയാണ് റായ്ഗഡിലും ഇതുപോലെ സമാനമായൊരു സംഭവം നടന്നത്. അതുകൊണ്ട് തന്നെ ആ കേസിൽ CBI അന്വേഷണത്തിനടക്കം സുപ്രീം കോടതി ഉത്തരവിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും ഏറ്റവും ആശങ്കാജനകമായ ഒരു സംഭവം ഇപ്പോൾ വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഷമ്മി, സ്വാതി, ഒരാളെ അരി മോഷ്ടിക്കണമെങ്കിൽ അത്രമാത്രം ദാരിദ്ര്യത്തിൽ വിശപ്പിൽ കഴിയുന്ന ഒരു മനുഷ്യനായിരിക്കും ഒരുപക്ഷെ ഈ രീതിയിൽ അരി മോഷ്ടിക്കാൻ വേണ്ടി തുനിഞ്ഞിട്ടുണ്ടാവുക. അവിടുത്തെ ദളിതരുടെ ജീവിത സാഹചര്യം കൂടി ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ദളിതർക്കും അതുപോലെ തന്നെ പിന്നോക്കക്കാർക്കുമെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ തുടർക്കഥയാവുകയാണ്. ഇവിടെയും അത് തന്നെ നേരത്തെ സ്വാതി പറഞ്ഞ പോലെ റായ്ഗഡിലും ഇതുപോലെ സംഭവം ആവർത്തിച്ചിരുന്നു. ഇപ്പോൾ ഇവിടെ ഈ ഒരു സംഭവം വീണ്ടും ഉണ്ടായിരിക്കുന്നു. ഒരു ദളിത് ജീവൻ കൂടി നഷ്ടമായിരിക്കുന്നു. സ്വാതി, തീർച്ചയായും ഷമ്മി സൂചിപ്പിച്ച പോലെ ഇപ്പോൾ മോഷണക്കുറ്റം ആണെങ്കിൽ പോലും അതിനെ ഒരു നിയമപരമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് പകരം ആളുകൾക്ക് മനുഷ്യനെ തല്ലിക്കൊല്ലാനുള്ള ഒരു അനുവാദം ഈ സർക്കാർ കൊടുത്തിരിക്കുന്നു. മാത്രമല്ല BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഇത്തരം സമാന സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കയായി നിൽക്കുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് ഒട്ടാകെ ഗുജറാത്ത്, UP അടക്കമുള്ള സംസ്ഥാനങ്ങൾ, അതോടൊപ്പം തന്നെ ഛത്തീസ്ഗഡിലും ഇത് കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പാണ് ഈ റായ്ഗഡിൽ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണം തുടർക്കഥയാകുന്ന സാഹചര്യമാണ്. മാത്രമല്ല ഇന്നലെ രാത്രിയിൽ ഈ 3 പേരും ചേർന്നുകൊണ്ട് ഇയാളെ വടി ഉപയോഗിച്ചുകൊണ്ട് മരത്തിൽ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. പോലീസ് ഈ വിഷയം അറിഞ്ഞുകൊണ്ട് എത്തുമ്പോഴേക്കും ഇദ്ദേഹം ബോധരഹിതനായി കിടക്കുന്നതാണ് കാണുന്നത്. ശേഷം ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്നാൽ ഇതേ വിഷയത്തിൽ വലിയ പ്രതിഷേധങ്ങൾ വിവിധ ഇടങ്ങളിൽ നിന്നും ഉണ്ടാകുമ്പോൾ ഈ സർക്കാർ, BJP ഭരിക്കുന്ന ഈ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഇതുവരെയും ഒരു പ്രതികരണം പോലും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രതിഷേധാത്മകമായി എടുത്തു കാണിക്കേണ്ടത്. ഈ വിഷയത്തിൽ ഒരു പ്രതികരണവും ഇതുവരെയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല കേന്ദ്ര സർക്കാരും ഈ വിഷയത്തിൽ ഇതുവരെയും ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നുള്ളത് കൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. ഇന്നലെ രാത്രിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇദ്ദേഹം ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും വളരെ ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യം തന്നെയാണ് മുന്നോട്ട് വരുന്നത്. അമ്മി, സ്വാതി, ഡോക്ടർ BR അംബേദ്കറെ കുറിച്ച് കേന്ദ്രത്തിലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് നമുക്കറിയാം. അതായത് ഈ ഒരു RSSന്റെ ഒരു ധാരണയിൽ വർണ്ണവ്യവസ്ഥയ്ക്ക്
പുറത്തുള്ള മനുഷ്യരാണ് ദളിതര്, മറ്റു പിന്നോക്കക്കാരൊക്കെ തന്നെ. അവരെ മനുഷ്യരായി, ഈ ചണ്ടാളന്മാരെയൊന്നും മനുഷ്യരായി കൂട്ടുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒട്ടും താല്പര്യമുള്ള കാര്യമില്ല. അങ്ങനെ ഒരു ആശയഗതിയുടെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം ഒരു ദളിതനെ കയ്യിൽ കിട്ടിയാൽ, ഏതെങ്കിലും ഒരു കുറ്റത്തിന് കയ്യിൽ കിട്ടിയാൽ പിന്നീട് അവനെ തല്ലിക്കൊല്ലുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും വിഷമമുണ്ടാക്കുന്ന കാര്യമല്ല. നമുക്ക് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണാൻ കഴിഞ്ഞു, കുറച്ച് ദളിത് ബാലന്മാർ അവർ കിണറ്റിൽ നിന്ന് വെള്ളം കുടിച്ചതിൻ്റെ പേരിൽ അവരെ അതിക്രൂരമായി തല്ലുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട്. ഈ രീതിയിൽ ദളിത് പിന്നോക്ക വിഭാഗങ്ങളെ മനുഷ്യരായി പോലും കാണാൻ കഴിയാത്ത ഒരു സർക്കാരായി, ഒരു തത്വശാസ്ത്രമായി BJP മാറുകയല്ലേ? ഷമ്മി സൂചിപ്പിച്ച പോലെ തന്നെയാണ് ഈ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ദളിത് ആക്രമണങ്ങൾ കൂടുന്ന ഒരു സാഹചര്യമാണ്. ഈ മനുഷ്യനായി പോലും അവരെ അംഗീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. ഈ കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ അംബേദ്കറിനെതിരായ പരാമർശമൊക്കെ ഇതിനോടൊപ്പം കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ കടുത്ത ദളിത് വിരുദ്ധതയാണ് BJP പുലർത്തുന്നത്. BJPയുടെ പ്രത്യയശാസ്ത്രവും അജണ്ടയും ഒക്കെ തന്നെയും ഈ രാജ്യത്തെ ദളിത് എന്ന് പറയുന്നത് മനുഷ്യനായി പോലും അംഗീകരിക്കപ്പെടേണ്ടവരല്ല എന്നുള്ളൊരു ആശയമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അതിന്റെ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ അതിനോടൊപ്പം അതിന്റെ പ്രതിഫലനങ്ങൾ തന്നെയാണ് അത്തരമൊരു തത്വശാസ്ത്രത്തിന്റെ, അത്തരമൊരു ആശയഗതിയുടെ പ്രതിഫലനം തന്നെയാണ് ഇത്തരത്തിൽ ദളിത് വിഭാഗങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന നിരന്തരമായ ആക്രമണങ്ങൾ. സ്വാതിയാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.